അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു സ്പെഷ്യൽ കേക്ക് റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ കേക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഓവനില്ല, ബീറ്ററില്ല, അതുപോലെ തന്നെ മെഷർമെൻറ്റ് കപ്പില്ല, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടാവില്ലേ, അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള കേക്ക് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. ഈ റെസിപ്പിക്കകത്ത് നമ്മൾ കേക്കിനുള്ള പൊടിയും അതുപോലെ തന്നെ ഓയിലും ഒക്കെ നമ്മൾ അളക്കുന്നത് സ്പൂൺ വെച്ചിട്ടാണ്. നമ്മൾ കറിയിലൊക്കെ ഇടുന്ന ടേബിൾ സ്പൂണില്ലേ, ചെറിയ സ്പൂണല്ല, ടേബിൾ സ്പൂൺ, ആ സ്പൂൺ വെച്ചിട്ടാണ് നമ്മൾ ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ അളന്നെടുക്കുന്നത്. ഈ കേക്ക് അളക്കാനുള്ള മെഷർമെൻറ്റ് കപ്പ് എല്ലാവരുടെ വീട്ടിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ കേക്ക് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എഗ്ലെസ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ആദ്യം ഇവിടെ ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ തൈരാണ് ചേർക്കുന്നത്, അധികം പുളിയില്ലാത്ത തൈര്. അതിനുവേണ്ടി എടുത്തിട്ടുള്ള സ്പൂൺ ശ്രദ്ധിച്ചില്ലേ, ഒത്തിരി ചെറുതുമല്ല ഒത്തിരി വലുതുമല്ല, ടേബിൾ സ്പൂണാണ്. അത് ഞാൻ 9 സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അത് ഞാൻ 15 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരു സ്പൂണിൽ എടുക്കുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അത്രയും എടുക്കുക, അല്ലാതെ ഒരു കറക്റ്റ് കണക്കൊന്നുമില്ല. 15 സ്പൂൺ ഇട്ട് കൊടുത്തു. ഇനി ഞാൻ ഇതിനകത്തോട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അത് 11 സ്പൂൺ വേണം. അതും നിറയെ എടുക്കുക, എണ്ണ തെറ്റിപ്പോയത് കേട്ടോ, അത് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്കൊരു ഫോർക്കോ അല്ലെ വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് ഇത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ തൈരും പിന്നെ ഓയിലും പഞ്ചസാരയൊക്കെ നല്ല പോലെ ഒന്ന് മിക്സായി കിട്ടണം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് കിട്ടണം. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഒരു അരിപ്പ വെക്കുക. അതിനകത്തോട്ട് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കുക. 21 സ്പൂൺ മൈദ വേണം, അതൊന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ബേക്കിംഗ് പൗഡർ 1 സ്പൂൺ ചേർക്കണം. ബേക്കിംഗ് പൗഡർ എടുക്കുമ്പോൾ മൈദ എടുക്കുന്ന പോലെ 1 സ്പൂൺ നിറയെ എടുക്കണ്ട. ഞാൻ ബേക്കിംഗ് പൗഡർ ചേർക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ ബേക്കിംഗ് സോഡ 1/2 സ്പൂൺ ചേർക്കുക. അതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അരിച്ചിട്ടാൽ മതി. കാരണം നമ്മൾ വേറെ അതിന് മുമ്പ് അരിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഡയറക്റ്റ് ഇതിനകത്തോട്ട് അരിച്ചിടുക. ഇപ്പം ഞാൻ എല്ലാം അരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫോർക്ക് വെച്ച് തന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇച്ചിരി സമയമെടുത്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് മിക്സായി കിട്ടണം. കണ്ടോ, ഇതുപോലെ നല്ല പോലെ മിക്സായി കിട്ടണം. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് പാലൊഴിച്ച് കൊടുക്കുകയാണ്. അതും 21 സ്പൂണ് തന്നെ ചേർക്കണം. നമ്മൾ എത്രയാണോ പൊടി എടുത്തിട്ടുള്ളത് അതേ അളവിലാണ് നമ്മൾ പാലും എടുക്കുന്നത്. 21 സ്പൂൺ പാലാണ്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യാണ്. കണ്ടോ, നല്ല പോലെ സമയമെടുത്ത് മിക്സ് ചെയ്തോളൂ. നന്നായിട്ട് മിക്സ് ആവണം, കട്ടിയൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ ഇതിവിടെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. അത് 1 സ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വാനില എസൻസ് ഇല്ലാത്തവരാണെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്തു, അപ്പോൾ ഏലക്കാപ്പൊടിയുടെ ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക. ഇനി ഞാനൊരു സോസ് പാനിലാണ് ഇത് ബേക്ക് ആക്കുന്നത്. അതിനകത്തോട്ട് നല്ലപോലെ സൈഡിലും അടിയിലൊക്കെ ആയിട്ട് ഓയിൽ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇതിനകത്തോട്ട് നമുക്ക് ആ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ പാത്രം ഒന്ന് 2-3 തവണ ടാപ്പ് ചെയ്തെടുക്കാം. ലെയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം ഒരു ഫോർക്ക് വെച്ച് ചെറുതായിട്ടൊന്ന് ഇതുപോലെ റൗണ്ട് ചെയ്ത് കൊടുത്താൽ ബാക്കി ലെയർ ബബിൾസും പോയി കിട്ടും. ഇനി ഞാനിവിടെ ഇൻഡക്ഷൻ്റെ മുകളിൽ ഒരു ദോശക്കല്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഇത് വെച്ചിട്ടുള്ളത്. അത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 45 മണിക്കൂർ എടുക്കും ഏകദേശം. എൻ്റെതിപ്പോൾ ഏകദേശം ഒരു 55 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെക്കേണ്ടത്. നമുക്കൊരു ടൂത്ത് പിക്ക് കുത്തി നോക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ഇടയ്ക്കിടയ്ക്ക് പോയി തുറന്ന് നോക്കരുത്. ഒരു 40 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടേ തുറന്ന് നോക്കാവുള്ളൂ. കണ്ട അടിഭാഗമൊന്നും ഒട്ടും കരിഞ്ഞിട്ടില്ല. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എഗ്ഗ് കഴിക്കാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, നല്ല സോഫ്റ്റ് അല്ലേ. അപ്പോൾ മെഷർമെൻറ്റ് കപ്പും ഇല്ല, അതുപോലെ തന്നെ ബീറ്റർ ഇല്ല, ഓവൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് കേക്ക് ഉണ്ടാക്കാതിരിക്കുന്നവർ ഇനി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാ മെഷർമെൻറ്റും ഒരേ സ്പൂണിൽ വെച്ച് തന്നെ ചെയ്യുക. അത്രയും ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ ചെറിയ സ്പൂണും എടുക്കരുത്, ടീസ്പൂണില്ലേ, അതെടുക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കല്ലേ.
പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ സോസ് പാനിലാണ് ഇത് കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ഡലി ചെമ്പിലോ അല്ലെങ്കിൽ കുക്കറിലോ ഉപ്പിട്ടതിന് ശേഷം ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതാണ് കുറച്ചുകൂടെ എളുപ്പവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളിത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കേക്ക് ഉണ്ടാക്കാതിരിക്കുന്നവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അതുപോലെ തന്നെ ധ്യാൻസ് കണ്ണൂർ കിച്ചൻ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോൻ്റെ തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്നുള്ളൊരു ബട്ടൺ കാണും. ഒട്ടും മടിക്കാതെ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ തന്നെ ഒരു ബെല്ലിൻ്റെ പടം കാണും. അപ്പോൾ അതോടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി ഒരുപാട് നല്ല നല്ല റെസിപ്പീസായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.